ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന സിവിൽ വ്യോമയാനം സംബന്ധിച്ച രണ്ടാമത്തെ ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് സ്വിറ്റ്സർലൻഡിലെത്തും. ആയുഷ്മാൻ ഭാരത് പിഎം ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ 70 വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 4ാംഘട്ട നടത്തിപ്പിനുള്ള ഗ്രാമവികസന വകുപ്പിന്റെ നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 62,500 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകും. 5 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. 14ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിനായാണ് യോഗം. ബുഡാപെസ്റ്റിൽ നടക്കുന്ന 45ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. സിവിൽ വ്യോമയാനം സംബന്ധിച്ച രണ്ടാമത്തെ ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. എല്ലാ അംഗരാജ്യങ്ങളും ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചതായി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. വ്യോമയാന രംഗത്തെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തി പുതിയ ഉയരങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള മാർഗ്ഗരേഖയാണ് ഡൽഹി പ്രഖ്യാപനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനം സിവിൽ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 2035ഓടെ പ്രതിവർഷം 350 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളിക്കുന്നതിന് അടിസ്ഥാന സൌകര്യങ്ങളിൽ നിക്ഷേപം നടത്തണമെന്ന് അദ്ദേഹം അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് സ്വിറ്റ്സർലൻഡിലെത്തും. ഇന്ത്യയുമായി സജീവമായി ഇടപെടുന്ന അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളുമായും പ്രതിനിധികളുമായും ജനീവയിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്യുന്നതിന് അദ്ദേഹം സ്വിസ് വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും. സൌദി അറേബ്യ, ജർമ്മനി എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ശ്രീ ജയശങ്കർ സ്വിറ്റ്സർലൻഡിലെത്തുന്നത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 3ാമത്തേതും അവസാനത്തെയും ഘട്ടമാണിത്. ഇന്നലെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസുമായി ചർച്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസയും അറിയിച്ചു. ആയുഷ്മാൻ ഭാരത് പിഎം ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ 70 വയസ്സിനുമേൽ പ്രായമുള്ള എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഗുണഭോക്താക്കളുടെ വരുമാനം പരിഗണിക്കാതെയാണിത്. 5 ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സയാണ് മുതിർന്ന പൌരന്മാർക്ക് ഇതുവഴി ലഭിക്കുന്നത്. ഇതിലൂടെ 6 കോടി മുതിർന്ന പൌരന്മാർക്ക് ഗുണമുണ്ടാകും. രാജ്യത്തെ 4.5 കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അർഹരായവർക്ക് ആയുഷ്മാൻ ഭാരത് പിഎം ജൻ ആരോഗ്യ യോജനയുടെ പുതിയ കാർഡ് ലഭിക്കും. നിലവിൽ പദ്ധതിയിൽ അംഗമായവർക്ക് 5 ലക്ഷം രൂപയുടെ വരെ സൌജന്യ ചികിത്സ ലഭിക്കും. 2024-25 സാമ്പത്തിക വർഷം മുതൽ 2028-29 സാമ്പത്തിക വർഷം വരെയുള്ള പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 4ാംഘട്ട നടത്തിപ്പിനുള്ള ഗ്രാമവികസന വകുപ്പിന്റെ നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 70,125 കോടി രൂപയാണ് പദ്ധതിക്കായി ആകെ നീക്കിവച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി 62,500 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് ഇത് 25,000 ഇടങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 40 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുമെന്നും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുന്നതിനുള്ള മിഷൻ മോസം പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 2,000 കോടി രൂപയാണ് അടുത്ത 2 വർഷത്തേക്ക് ഇതിനായി നീക്കിവച്ചിട്ടുള്ളത്. ഭൌമശാസ്ത്ര മന്ത്രാലയം നടപ്പാക്കുന്ന മിഷൻ മോസം പദ്ധതി രാജ്യത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഗവേഷണം ശക്തമാക്കുകയും മികച്ച സേവനം പ്രാപ്യമാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. പുതുതലമുറ റഡാറുകൾ, സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, സെൻസറുകൾ തുടങ്ങി പുത്തൻ സാങ്കേതിക വിദ്യകൾ പദ്ധതിയുടെ ഭാഗമായി വിന്യസിക്കും. കാർഷികം, ദുരന്ത പ്രതികരണം, പ്രതിരോധം, പരിസ്ഥിതി, വ്യോമയാനം, ജലവിഭവം, ഊർജ്ജം, ടൂറിസം, ഷിപ്പിംഗ്, ഗതാഗതം, ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിൽ പദ്ധതി പ്രയോജനപ്പെടും. പൊതുഗതാഗത സ്ഥാപനങ്ങൾക്ക് ഇ ബസ്സുകൾ വാങ്ങുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായി പിഎം ഇ ബസ് സേവാ പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസം പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 2024-25 മുതൽ 2028-29 വരെ കാലയളവിൽ 38,000 ഇലക്ട്രിക് ബസ്സുകൾ പുറത്തിറക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും പദ്ധതി ഉറപ്പുവരുത്തും. ഹരിതഗൃഹ വാതകം പുറന്തള്ളുന്നതും കുറയും.
ജലവൈദ്യുത പദ്ധതികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള സാമ്പത്തിക സഹായ പദ്ധതിയിൽ കാതലായ മാറ്റം വരുത്താൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 200 മെഗാവാട്ട് വരെ ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതികൾക്ക് മെഗാവാട്ടിന് 1 കോടി രൂപയും 200 മെഗാവാട്ടിന് മുകളിലുള്ളവയ്ക്ക് മെഗാവാട്ട് ഒന്നിന് 75 ലക്ഷം രൂപ അധിക സഹായവും നൽകും. കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. നൂതന വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 5 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിനായാണ് യോഗം. കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷനാകും. തെലങ്കാന, കർണാടക, പഞ്ചാബ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേന്ദ്ര സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യൻ, മുൻ മന്ത്രി TM തോമസ് ഐസക്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ VK രാമചന്ദ്രൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളാകും. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഇന്ത്യ പ്രതിരോധ വ്യോമയാന പ്രദർശനം ഐഡാക്സ് 24 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഒരു റിപ്പോർട്ട്. ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം തരംഗ് ശക്തി ജോധ്പൂരിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഐഡാക്സ് 24ഉം സംഘടിപ്പിക്കുന്നത്. ഇന്നു മുതൽ 14-ാം തീയതി വരെയാണ് ഐഡാക്സ് 24 പ്രദർശനം. ഇന്ത്യൻ വ്യോമയാന വ്യവസായ രംഗത്തെ പ്രമുഖ സ്ഥാപനങ്ങൾ പ്രദർശനത്തിൽ പങ്കെടുക്കും. പുത്തൻ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും പരിചയപ്പെടാൻ പ്രദർശനം അവസരമൊരുക്കും. പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഉൾപ്പെടെ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ തദ്ദേശീയ നൈപുണ്യം തരംഗ് ശക്തി 2024 പങ്കെടുക്കുന്ന രാജ്യങ്ങളിലെ വിദഗ്ധർക്ക് മുൻപിൽ തുറന്നുകാട്ടാൻ പ്രദർശനം അവസരമൊരുക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ന്യൂഡൽഹി എയിംസിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത്. ഓക്സിജൻ നൽകുന്നുണ്ട്. ശ്വാസകോശ അണുബാധ മൂലമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 45ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ തുടക്കമായി. ആദ്യ ദിനം ഇന്ത്യ മൊറോക്കോയെ 4-0 തോൽപ്പിച്ചു. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ ജമൈക്കയെയും പരാജയപ്പെടുത്തി. പ്രജ്ഞാനന്ദ, വിദിത് ഗുജറാത്തി, പെൻഡാല ഹരികൃഷ്ണൻ, അർജുൻ എറിഗസി എന്നിവരാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ജയം നേടിയത്. വനിതാ വിഭാഗത്തിൽ വൈശാലി, താനിയ സച്ദേവ്, ദിവ്യ ദേശ്മുഖ് എന്നിവർ ജയിച്ചപ്പോൾ വന്തിക അഗർവാൾ സമനില വഴങ്ങി. ചൈനയിൽ നടക്കുന്ന പുരുഷ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിലെ 4ാം പൂൾ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. ഉച്ചയ്ക്ക് 1:15-നാണ് മത്സരം. ഇന്നലെ മലേഷ്യയെ 1-നെതിരെ 8 ഗോളിന് തകർത്ത ഇന്ത്യ ഇതിനകം സെമി ഫൈനലിന് യോഗ്യത നേടി. 9 പോയിന്റുമായി പട്ടികയിൽ ഇന്ത്യ ഒന്നാമതാണ്. ഈ മാസം 17-നാണ് ഫൈനൽ. വനിതാ അണ്ടർ 19 T20 ഏഷ്യ കപ്പ് സംഘടിപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായി ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ. മലേഷ്യയിലെ ക്വാലാലംപൂരിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ നിർവാഹക സമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. 2 വർഷത്തിലൊരിക്കലായിരിക്കും ടൂർണമെന്റ് സംഘടിപ്പിക്കുക. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെയാണ് സൂക്ഷ്മ പരിശോധന. ഈ മാസം 16 വരെ പത്രിക പിൻവലിക്കാം. 90-അംഗ നിയമസഭയിലേക്ക് ഒക്ടോബർ 5-നാണ് വോട്ടെടുപ്പ്. ഒക്ടോബർ 8-ന് വോട്ടെണ്ണും. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ജലവിതരണം മുടങ്ങില്ലെന്ന് വാട്ടർ അതോറിറ്റി. പുതിയ ജലവിതരണ ലൈനുകൾ ചാർജ് ചെയ്യാൻ ഇന്ന് നടത്താനിരുന്ന ജോലികൾ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിയതിനെ തുടർന്നാണിത്. ദുബായ് നിർമ്മിത ബുദ്ധി വെബ് 3 പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. 100 രാജ്യങ്ങളിൽ നിന്ന് 6000 പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുക. 20 മന്ത്രാലയങ്ങളും സർക്കാർ ഏജൻസികളും ഇതിന്റെ ഭാഗമാകും. ദുബായിയുടെ ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്താനും AI സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പരിപാടി. ദുബായ് AI ക്യാമ്പസിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. US നിർദ്ദേശാനുസരണമുള്ള വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ സന്നദ്ധത അറിയിച്ച് പലസ്തീൻ സായുധ വിഭാഗമായ ഹമാസ്. ഖത്തർ, ഈജിപ്ത് മധ്യസ്ഥരുമായി ദോഹയിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം ഹമാസ് പ്രതിനിധികൾ അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സിവിൽ വ്യോമയാനം സംബന്ധിച്ച 2ാമത്തെ ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ന് സ്വിറ്റ്സർലൻഡിലെത്തും. ആയുഷ്മാൻ ഭാരത് PM ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിൽ 70 വയസ്സിനുമേൽ പ്രായമുള്ള എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 4ാം ഘട്ട നടത്തിപ്പിനുള്ള ഗ്രാമവികസന വകുപ്പിന്റെ നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 62,500 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകും.
5 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിനായാണ് യോഗം. ബുഡാപെസ്റ്റിൽ നടക്കുന്ന 45ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.